ഹലോ എവരിവൺ. ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും ചക്ക സീസൺ ആണല്ലോ. നിങ്ങളുടെ വീട്ടിൽ ചക്ക കൊണ്ട് ഉണ്ടാക്കണ മെയിൻ ഐറ്റം എന്താണ്? നമ്മുടെ വീട്ടിൽ ചക്ക വറക്കലാണ് മെയിൻ പണി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ചക്ക വറക്കലൊന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങൾക്കിത് ആർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ചക്ക വറക്കലിൽ നിങ്ങൾ യൂസ് ചെയ്യണ ടിപ്സും മെൻഷൻ ചെയ്യണേ. അപ്പോൾ നമുക്കും യൂസ്ഫുള്ളാവും. മെയിനായിട്ട് മമ്മിയും ലീല ചേച്ചിയും കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ്. ലീല ചേച്ചി നമ്മുടെ വീട്ടിൽ ഹെൽപ്പിന് വരുന്ന ചേച്ചിയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ സഹായം കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ചക്ക വറക്കണത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മളത് ചക്ക വെട്ടി കഴിഞ്ഞാൽ ഉടൻ തിന്നോക്കാം. ഒട്ടും പുളിപ്പ് പാടില്ലേ. വിളിച്ചാ പിന്നെ ലേറെ ചക്കയ്ക്ക് പുളി ഉണ്ടോ? ലേറെ ഓക്കെ ആണോ? ചക്ക വറക്കട്ടെ? കൈമ വെളിച്ചെണ്ണ പറ്റിട്ട് ചെയ്യണം. അല്ലെങ്കിൽ അപ്പൊ കൈപ്പിടുത്തം കിട്ടില്ല അല്ലേ? കല്ലുപ്പ് ഒരു പിടിയിടാ, മഞ്ഞൾപ്പൊടി ഇടാ. ചക്കയ്ക്ക് കളർ കിട്ടാനാണ് ഇത്. നല്ല കുറുകുറൂന്ന് ഉപ്പുണ്ടാവണം. ഇളക്കിട്ടുണ്ട്. ഉപ്പ് നല്ല കല്ലുപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടോണം. നല്ല കുറുകിയിരിക്കണം ഉപ്പ്. നമ്മൾ ഒഴിക്കുമ്പോൾ ആകെ ഒരു സ്പൂൺ ഉപ്പ് ഒഴിക്കരുത്. കാരണം വെള്ളത്തോടു കൂടിയുള്ള സാധനം വെളിച്ചെണ്ണയ്ക്കാണ് ഒഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ വെള്ളം പിന്നെ അരിക്ക് ഒഴിക്കാൻ തിളക്കി കുറുകിക്കോട്ടെ ഒന്ന്. എന്നിട്ട് ഉപ്പ് നക്കി നോക്കണം. നമ്മൾ നല്ല ഉപ്പുണ്ടാവണം. എന്നാലാണ് അത് ചക്കയിലേക്ക് പിടിക്കുമ്പോൾ ഇത്തിരി ഉപ്പുണ്ടാവുള്ളൂ. ചക്ക വറുത്തൊരു 3/4 ഭാഗമാകുമ്പോൾ ചെറിയൊരു കിലുകില് ശബ്ദം വരണ്ട. അതിക്ക് മുമ്പ് ഇത് ഒഴിക്കണം. അപ്പൊ കുറെ നല്ല തിളച്ച് നിൽക്കണ വെളിച്ചെണ്ണയിലേക്ക് വെള്ളത്തിന്റെ അംശം കുറയാണ്ട് ചെന്നാൽ ഒറ്റ ചീറ്റും. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാക്കും. പുറത്തേക്ക് പൊന്തുകയും ചെയ്യും ചിലപ്പോൾ. അതുകൊണ്ട് ഉപ്പ് നല്ലോണം കുറുക്കി വെച്ചിച്ച്, അല്ലാണ്ട് കുറുക്കണ്ട, എന്നാൽ ഒരു മീഡിയം ലെവലിലാക്കിയിട്ട് വേണം നമ്മൾ ബാക്കി പണികൾ തുടങ്ങാൻ. ഉറപ്പിച്ച് കുറുക്കി മുന്നേ എടുത്ത് വെക്കാം. കഷ്ണം തിളച്ചില്ല, പൊന്തണ്ട് കണ്ട. പാകം നല്ലോണം പൊന്തണം. ഇനി ഇടാം കേട്ടോ. നല്ലോണം വെളിച്ചെണ്ണ നല്ല തിളച്ചിട്ട് ഇടാം. ഇവിടെ നമ്മുടെ ചക്കയ്ക്ക് എന്താ വെച്ചാൽ നിറച്ചില്ല. അതിന്റെ വെള്ളത്തിലേക്ക് വെളിച്ചെണ്ണ ഇനി ഒരു 10 മിനിറ്റ് കഴിയാണ്ട് അതിനെ തുടണ്ട. അവൻ നല്ലോണം തിളച്ച് നിൽക്കട്ടെ. 15 മിനിറ്റ് ഉപ്പ് ഒഴിക്കണം. ഉപ്പ് കുറച്ചധികം വരാൻ പാടില്ല. ഈ പൊടിമണ്ട പൊന്തണല്ല. അതുകൊണ്ട് വെള്ളം കൂടുതലായി ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഒരു ശബ്ദം കണ്ടില്ല. ചെറിയതൊരു ശബ്ദം. പിന്നെ ഞാൻ അടുത്ത സെറ്റ് അപ്പൊ തന്നെ ഇടരുത്. വെളിച്ചെണ്ണ വറുത്ത് പോരാൻ സമയത്ത് നമ്മൾ തീ കുറച്ചിടണം. ഇട്ടിട്ട് പിന്നെ അത് കൂട്ടിയിട്ട് പോലെ പൊന്തുണ്ട്. പറഞ്ഞിട്ടോ കിട്ടണ വഴി പൊന്തണം. വേണ്ട, അതാണ് അതിന്റെ ഇതുകൂടി ഉള്ളൂ. നമുക്ക് ചക്ക ഇടുന്ന ദിവസം തന്നെ വറുക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കാലത്ത് തന്നെ നേരത്തെ ചക്കയ്ക്ക് ഇടാം. ചക്ക ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ, ചക്ക അധികം അതിന് പൊളിച്ച് തിന്ന് നോക്കുമ്പോൾ ഒട്ടും പുളി പാടില്ല. പച്ചച്ചക്ക ആയിരിക്കണം. എന്നാൽ മൂപ്പ് കുറഞ്ഞാലും പറ്റില്ല. ഒരുവിധം മൂപ്പ് ഉണ്ടാവുകയും വേണം. വെളിച്ചെണ്ണ വെക്കുമ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് നല്ലോണം ചൂടാവണം. എന്നിട്ട് അവസാനം നമ്മളൊരു കഷ്ണം വെളിച്ചെണ്ണ തിളച്ചിങ്ങനെ വരണം. ഒരു കഷ്ണം ഇട്ട് നോക്കാം. ഇടുന്ന വഴി അത് പൊന്തണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് പരത്തിയിടാം. ഫില്ലായിട്ട് നിറച്ച് ഫില്ല് ചെയ്തിടാൻ പറ്റും ചക്ക ആയതുകൊണ്ട്. അല്ല, കല്ലുപ്പിടാണ് എപ്പോഴും നല്ലത്. എന്നാലും നല്ലോണം കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് അത് ഒരുവിധം നല്ലോണം കുറുക്കി വെക്കണം. കാരണം നമ്മൾ ചക്ക വറവ് ഏകദേശം ഒരു 3/4 ആവുമ്പോൾ ചെറിയൊരു ശബ്ദം. എന്നാൽ ഫുള്ളാവുന്നതിനേക്കാളും മുമ്പ് ഒരു
നമ്മൾ ഇതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ആദ്യം ഒരു ടീസ്പൂൺ ഒഴിക്കുമ്പോൾ നല്ലോണം തിളച്ച് പൊന്തും. അതുകൊണ്ട് അപ്പം ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം ഒഴിക്കാൻ. ഇനി പതഞ്ഞാണ്ട് പൊന്തി പോകും. ചക്ക വറുക്കാൻ വെളിച്ചെണ്ണ വളരെ കുറവ് മതി. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഇപ്പോൾ വറുക്കാൻ ഒഴിച്ചാൽ ഒരു 1/4 ഭാഗം വെളിച്ചെണ്ണ ചിലവായിട്ട് പോകും. ഞാൻ കൂടുതൽ ഒഴിച്ചതെന്ന് വെച്ചാൽ പണി വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ് അതായത് ചെയ്ത് വെച്ചത്. ഇത് കഴിഞ്ഞൊരു 5 മിനിറ്റ് ആവാൻ കാണ്ടവിടെ കിടന്നോട്ടെ. എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കിയാൽ മതി. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഉപ്പിടുന്ന സമയമാണ്. അതും കഴിഞ്ഞിട്ട് ഉപ്പിടലും കഴിഞ്ഞിട്ടും ഏകദേശം 10 മിനിറ്റ് പിന്നെ മഞ്ഞുണ്ട്. അപ്പം പിന്നെ വറുത്ത് കോരണ സമയത്ത് അപ്പം നമ്മൾ ഇത് തിന്ന് നോക്കണം ഒരെണ്ണം വെച്ചിട്ട്. അപ്പോൾ 3 വരെയാണെങ്കിൽ നമ്മൾ എടുക്കരുത്. ആ സമയമായിട്ട് ഇതാക്കണം. ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലേക്ക് ഇടുക. എന്നിട്ട് അത് കോരി പൊട്ടയിൽ വാഴ വെക്കുക. ഒരു നേരിയൊരു വേവ് പൊട്ടയിൽ എന്ത് കിട്ടും. കുറേ അധികമൊന്നും വേവില്ല. എന്നാലും അത് കടിക്കുമ്പോൾ അതിൻ്റെ ആ ശബ്ദം നമ്മൾ നോക്കിയിട്ടാണ്. നല്ല സ്വാദാണത്. ഇത് ചൂടാടി കഴിഞ്ഞിട്ട് ടിന്നിലിടുക. ടിന്നിലിട്ട് അടച്ചു വയ്ക്കുമ്പോൾ മുകളിൽ പേപ്പർ കഷ്ണം ഇട്ട് അടച്ചു വെച്ചാൽ ഒട്ടും തണുപ്പ് തട്ടാണ്ടിരുന്നത്. ആക്കിയിട്ട് മീതൊരു കഷ്ണം പേപ്പർ ഇടാം. അപ്പോൾ ഇട്ട് വെച്ചാൽ എന്നാലും കൂടുതൽ കാലം ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറയാൻ കൂടി അത് 6-7 മാസം കഴിഞ്ഞ് എനിക്കത് നമുക്ക് ചിലവാക്കണം. അല്ലെങ്കിൽ അതിനൊരു ചെറുതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസം അത്രേ ഉള്ളൂ. ഒന്നുമില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മളൊരു വലിയൊരു ചക്ക വറുത്തു. ആരെങ്കിലും ചക്ക വറുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം.